ഫോട്ടോഗ്രാഫിയിൽ നിന്നും ജീവിതത്തിന് തുടക്കമിട്ട ശബരിമലയിലെ കീഴ്ശാന്തിയെ പരിചയപ്പെടാം. ശ്രീകാര്യം സ്വദേശി എസ് കൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പൻ്റെ സേവകരിൽ ഒരാളായി ഇന്ന് ശബരിമലയിലുള്ളത്. കുട്ടിക്കാലം മുതൽക്കേ ഫോട്ടോഗ്രാഫിയോടായിരുന്നു കൃഷ്ണൻ പോറ്റിക്ക് പ്രിയം. ഇന്നും തൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ചിത്രങ്ങൾ മനസ്സിലോർക്കുകയാണ് അദ്ദേഹം. സ്കൂൾ പഠനകാലത്ത് തന്നെ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് തിരിഞ്ഞ കൃഷ്ണൻ പോറ്റി ഏറെക്കാലം ആ മേഖലയിൽ പ്രവർത്തിച്ചു. കുഞ്ഞുനാളിലെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് അതിയായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്തൊരു ശ്രീകാര്യത്തൊരു ബാബു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ NN ബാലകൃഷ്ണൻ ചേട്ടനും അതുപോലെ ബാബു അണ്ണാണ് എൻ്റെ ഗുരു. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ പോയി അങ്ങനെ വർക്ക് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് ഞാൻ വരുന്നത്. ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഒപ്പം ഈശ്വരീയ കാര്യങ്ങളിലും അദ്ദേഹം മുഴുകിയിരുന്നു. പൂജാതി കർമ്മങ്ങൾ പഠിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കണ്ണാടി അന്നപൂർണേശ്വരി ക്ഷേത്രം, ശംഖുമുഖം, മണക്കാട്, പുത്തൻചന്ത, ശ്രീവരാഹം, ആനയറ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു. ഇന്ന് ശബരിമലയിലെ കീഴ്ശാന്തിയായുള്ള നിയോഗം ഏറെ സൗഭാഗ്യമായാണ് കൃഷ്ണൻ പോറ്റി കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ വളരെ അധികം പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ അയ്യപ്പസ്വാമിയുടെ നടയിൽ ഒന്ന് വരിക, അല്ലെങ്കിൽ ആ നടയിൽ ഒന്ന് കാലുകുത്തുക എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ആ നടയിൽ ഒന്ന് കയറാനുള്ള സൗഭാഗ്യം ഉണ്ടായി. വളരെയധികം സന്തോഷം. ഭാര്യ ശ്രീജാദേവി, മക്കൾ അനന്തകൃഷ്ണൻ, ദേവകൃഷ്ണൻ, ഹരികൃഷ്ണൻ എന്നിവരാണ് കുടുംബാംഗങ്ങൾ. ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് അപേക്ഷ നൽകുന്നത്. അത് ദൈവഹിതം പോലെ തന്നെ സംഭവിച്ചു. ഇന്ന് കാനനവാസനായ സ്വാമി അയ്യപ്പനരികെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ജനം, സന്നിധാനം.